കണ്ണൂർ ജില്ലയിലായിരുന്നു നാടിനെ ഇളക്കിമറിച്ച സംഭവം അരങ്ങേറിയത്. വൈകുന്നേരം ഏകദേശം 5 മണിയോടുകൂടി പെരിങ്ങത്തിന് സമീപമുള്ള ഒരു വീട്ടിൽ സരസ്വതി എന്ന സ്ത്രീ തന്റെ മകൾ സന്ധ്യയെ നോക്കി വീടിന്റെ ഉമ്മറപ്പടിയിൽ നിൽക്കുകയായിരുന്നു. അയൽപക്കത്തും സമീപ പ്രദേശങ്ങളിലുമൊക്കെയുള്ള സഹപാഠികളൊക്കെ 4:30 മണിയോടുകൂടി വീട്ടിലെത്തിയിട്ടും സന്ധ്യയെ കാണാത്തതിന്റെ ആധിയിൽ അമ്മ സരസ്വതി ഉടൻ തന്നെ ആ വിവരം തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലെ പൂജാരി കൂടിയായ ഭർത്താവ് നമ്പീശനെ അറിയിക്കുകയും ഇരുവരും ചേർന്ന് മകൾ സന്ധ്യയെ അന്വേഷിച്ചിറങ്ങുകയും ചെയ്തു. നമ്പീശനും ഭാര്യയും മകളെ അന്വേഷിച്ച് അലഞ്ഞു തിരിയുന്നത് കണ്ട കവലയിൽ നിന്നിരുന്ന ആളുകളും അവർക്കൊപ്പം കൂടി. നമ്പീശനും ഭാര്യയും നാട്ടുകാരും ചേർന്ന് സമീപത്തുണ്ടായിരുന്ന സ്കൂളിലെത്തി അന്വേഷണം നടത്തി. എന്നാൽ അവർ ആ സ്കൂളിൽ എത്തിയപ്പോഴേക്കും സ്കൂൾ പൂട്ടി അധികാരികൾ അവരുടെ വീടുകളിലേക്ക് മടങ്ങിയിരുന്നു. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്കൂളിന് സമീപത്ത് താമസിക്കുകയായിരുന്ന ഹെഡ്മാസ്റ്റർ ഉടൻ തന്നെ ചില അധ്യാപകരെ കൂടി സ്കൂളിന് സമീപത്തേക്ക് വിളിപ്പിക്കുകയും എല്ലാവരും ചേർന്ന് സ്കൂൾ തുറന്ന് ക്ലാസ് മുറികളിലൊക്കെ സന്ധ്യയെ തിരക്കുകയും ചെയ്തു. സ്കൂളിനകവും കോമ്പൗണ്ടുമൊക്കെ അരിച്ചു പറക്കിയെങ്കിലും അവിടെയെങ്ങും സന്ധ്യയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഈ സാഹചര്യത്തിൽ നാട്ടുകാർ കൂടി ചേർന്ന് സമീപത്തുണ്ടായിരുന്ന സ്റ്റേഷനിലെത്തി സന്ധ്യയെ കാണാനില്ല എന്നുള്ള പരാതി നൽകുകയും ചെയ്തു. സ്കൂളിൽ സ്പോർട്സ് ഡേ ആയതുകൊണ്ട് തന്നെ ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ സന്ധ്യ സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങിയെന്ന് ചില സഹപാഠികൾ പോലീസിനോട് പറഞ്ഞു. സന്ധ്യ ആർക്കെങ്കിലും ഒപ്പം ഒളിച്ചോടി പോയതായിരിക്കുമോ എന്നുള്ളതായിരുന്നു പോലീസിന്റെ ആദ്യഘട്ടത്തിലുള്ള സംശയം. എന്നാൽ മകൾ സന്ധ്യയാകട്ടെ ഒരു കാര്യങ്ങളും ഒളിപ്പിച്ചു വെക്കാറില്ല എന്നും അച്ഛനമ്മമാരോട് പറയാത്ത കാര്യങ്ങൾ പോലും സഹോദരങ്ങളോട് പറയാറുണ്ടെന്നും സന്ധ്യയുടെ അമ്മ സരസ്വതി പോലീസുകാരോട് തറപ്പിച്ചു പറഞ്ഞു. പോലീസ് സംഘം ഉടൻ തന്നെ വിപുലമായ അന്വേഷണം ആരംഭിച്ചു. സംഭവം നടന്ന ദിവസം സന്ധ്യയെ ആരൊക്കെ എവിടെ വെച്ചൊക്കെ കണ്ടിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ പോലീസ് സംഘം വിശദമായ അന്വേഷണം നടത്തി. അങ്ങനെ അന്വേഷിക്കുന്നതിനിടയിൽ പോലീസ് സംഘത്തിന് നിർണായകമായ ഒരു വിവരം കിട്ടി. ഉച്ച കഴിഞ്ഞ സമയത്ത് സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് നടക്കുന്ന വഴിയിൽ ഒരു കവലയിൽ വെച്ച് സന്ധ്യ നടന്നു പോകുന്നത് സമീപത്തുള്ള ഒരു കടക്കാരൻ കണ്ടു എന്ന് അയാൾ പോലീസിന് മൊഴി നൽകി. അതോടുകൂടി പോലീസുകാരുടെയും നാട്ടുകാരുടെയും അന്വേഷണം സന്ധ്യയെ അവസാനമായി കണ്ടു എന്ന് പറയുന്ന സ്പോട്ടിലേക്ക് നീങ്ങുകയും ചെയ്തു. സന്ധ്യയുടെ വീടിന്റെ ഭാഗത്തേക്ക് പോകുന്ന വഴിയിലുള്ള കടയിലുള്ള ഒരു വ്യക്തിയാണ് സന്ധ്യയെ കണ്ടിരിക്കുന്നത്. ആ കടയിരിക്കുന്ന സ്ഥലം കഴിഞ്ഞാൽ പിന്നീട് ഒരു വയലാണ്. വയൽ കടന്നു വേണം സന്ധ്യയ്ക്ക് വീട്ടിലേക്ക് പോകാൻ. കവല കഴിയുന്ന ഭാഗത്ത് വെച്ച് സന്ധ്യയ്ക്ക് എന്തോ അപകടം സംഭവിച്ചു എന്ന് നാട്ടുകാർക്കും പോലീസിനും വ്യക്തമായി. അതുകൊണ്ട് തന്നെ ആ രാത്രിയിൽ പോലീസുകാരും നാട്ടുകാരും ചേർന്ന് വയലിന്റെ ഭാഗമൊക്കെ വിശദമായി ഒന്ന് പരിശോധിക്കാൻ തന്നെ തീരുമാനിച്ചു. വയലിന്റെ ഭാഗവും വയലിനോട് ചേർന്നുള്ള തോടിന്റെ കരയുമൊക്കെ പോലീസ് സംഘവും നാട്ടുകാരും ചേർന്ന് വിശദമായി പരിശോധിച്ചു. ആ പരിശോധനയ്ക്ക് ഫലമുണ്ടായി. വയലിന്റെ ഭാഗത്തുള്ള തോടിന് സമീപം കാട് പിടിച്ചു കിടക്കുന്ന ഒരു ഭാഗത്ത് സന്ധ്യയുടെ ബാഗ് കിടക്കുന്നത് നാട്ടുകാരിൽ ചിലരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ഭാഗത്തേക്ക് ഓടിയെത്തിയ പോലീസുകാർ കാണുന്നത് നടുക്കുന്ന ഒരു കാഴ്ചയാണ്. ചലനമില്ലാതെ അർദ്ധനഗ്നയായി ചേറിൽ സന്ധ്യ കിടക്കുന്നു. ശരിക്കും ഹൃദയം നിലച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് നാട്ടുകാരും ബന്ധുക്കളും സന്ധ്യയുടെ മാതാപിതാക്കളും പോലീസുകാരും ഒക്കെ അവിടെ കണ്ടത്. നാട്ടുകാർക്കൊക്കെ പരിചയമുള്ള സന്ധ്യ എന്ന പെൺകുട്ടിയാണ് അതിദാരുണമായി കൊല്ലപ്പെട്ട് കിടക്കുന്നത്. തൊട്ടടുത്ത ദിവസം പോലീസുകാരുടെയും നാട്ടുകാരുടെയും ഒക്കെ സഹായത്തോടുകൂടി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഈ സമയത്ത് സന്ധ്യയുടെ ഡെഡ് ബോഡി കിടന്ന പ്രദേശം ഫോറൻസിക് സംഘവും പോലീസും ചേർന്ന് വളരെ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കി. ഒരു മൽപ്പിടുത്തം നടന്നതിന്റെ എല്ലാ ലക്ഷണങ്ങളും ആ പ്രദേശത്തുണ്ട്. ആ പ്രദേശത്തെ മണ്ണ് ചവിട്ടി മെതിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സന്ധ്യയെ ആ പ്രദേശത്തുകൂടി വലിച്ചിഴച്ചതിന്റെ എല്ലാ ലക്ഷണങ്ങളുമുണ്ട്. ആ കുറ്റിക്കാട്ടിൽ വെച്ച് അതിക്രൂര പീഡനത്തിന് സന്ധ്യ ഇരയായിട്ടുണ്ടെന്നുള്ള ഒരു സംശയമാണ് ഫോറൻസിക് സംഘം പോലീസിനോട് പറഞ്ഞത്. സന്ധ്യയുടെ കഴുത്തിൽ ബലപ്രയോഗം നടന്നതിന്റെ പാടുകളുണ്ട്. അതുമാത്രവുമല്ല, ശരീരത്തിൽ നിരവധി പരിക്കുകളുമുണ്ട്. നന്നായി ഉപദ്രവിച്ച ശേഷം സന്ധ്യയെ കീഴ്പ്പെടുത്തിയിരിക്കുകയാണ്. സന്ധ്യയുടെ ശരീരത്തിലുണ്ടായിരുന്ന ആഭരണങ്ങൾ നഷ്ടമായി എന്നുള്ള വിവരം ഇതിനിടയിൽ വീട്ടുകാർ പോലീസിന് നൽകിയിരുന്നു. സന്ധ്യയെ റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തിയ ശേഷം അവളുടെ ആഭരണങ്ങളുമായി പ്രതി കടന്നുകളഞ്ഞതാകാമെന്ന് പോലീസ് വിലയിരുത്തി. ഒരു കാര്യം പോലീസിന് തുടക്കത്തിൽ തന്നെ തോന്നുന്നുണ്ട്. സന്ധ്യയെ ഒരൊറ്റയാളാണ് ആക്രമിച്ചിരിക്കുന്നത്. ഒന്നിലധികം പേർ സന്ധ്യയെ ആക്രമിച്ചതിന്റെ ലക്ഷണങ്ങളൊന്നും ആ പ്രദേശത്ത് നിന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ചേറിലുള്ളത് സന്ധ്യയുടെ കാൽപാദങ്ങൾക്ക് പുറമെ മറ്റൊരു വ്യക്തിയുടെ കാൽപാദത്തിന്റെ പാടുകൾ കൂടിയാണ്. പോലീസ് സംഘം അന്വേഷണം സ്വാഭാവികമായും സ്കൂളിൽ തന്നെ കേന്ദ്രീകരിച്ചു. സന്ധ്യയുടെ സ്കൂളിലെ ബന്ധങ്ങളെക്കുറിച്ചൊക്കെ സഹപാഠികളോട് പോലീസ് സംഘം വിശദമായി തന്നെ ചോദിച്ചറിഞ്ഞു. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി സന്ധ്യയുടെ മൃതദേഹം പൊതുദർശനത്തിനായി സ്കൂളിലേക്ക് കൊണ്ടുവന്നത് ഒരു നാടിനെ ഒന്നടങ്കം കണ്ണീരിൽ ആഴ്ത്തിയ കാഴ്ചയായിരുന്നു. സ്കൂളിലെ അധ്യാപകർക്കും സഹപാഠികൾക്കും സന്ധ്യയെക്കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ. നാട്ടിലും വീട്ടിലുമൊക്കെ പോലീസ് സംഘം അന്വേഷണം നടത്തിയപ്പോഴും അതേ അഭിപ്രായം തന്നെയാണ് അവിടെ നിന്ന് ലഭിച്ചത്. തൊട്ടടുത്ത ദിവസം തന്നെ സന്ധ്യയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസിന് ലഭിച്ചു. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാരുടെ നിഗമനങ്ങൾ ഫോറൻസിക് സംഘത്തിന്റെയും പോലീസിന്റെയും നിഗമനങ്ങളെ ശരിവെക്കുന്നതായിരുന്നു. സന്ധ്യ അതിക്രൂര പീഡനത്തിന് ഇരയായിട്ടുണ്ട്. ശ്വാസം മുട്ടിച്ചാണ് സന്ധ്യയെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. ബലിഷ്ഠമായ കൈകളുള്ള ഏതോ വ്യക്തികളാണ് സന്ധ്യയെ ഉപദ്രവിച്ചിരിക്കുന്നത്. സന്ധ്യയുടെ കഴുത്തിലും ഇരു കരങ്ങളിലും അടിച്ചതിന്റെയും ബലമായി പിടിച്ചതിന്റെയും ഒക്കെ പാടുകളുണ്ട്. ഇതിനു പുറമെ മറ്റൊരു കാര്യം, പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർ
റിപ്പോർട്ടിൽ വിശദമാക്കിയിട്ടുണ്ട്. സന്ധ്യയുടെ കയ്യിലെ നഖങ്ങൾക്കിടയിൽ നിന്നും തൊലിയുടെ അംശവും മാംസത്തിന്റെ അംശവുമൊക്കെ ലഭിച്ചിട്ടുണ്ട്. പല്ലും നഖവും ഉപയോഗിച്ച് അവളെ ആക്രമിച്ച വ്യക്തിയെ അവൾ അതിശക്തമായി തന്നെ നേരിട്ടതിന്റെ എല്ലാ ലക്ഷണങ്ങളുമുണ്ട്. അവളെ ആക്രമിച്ച വ്യക്തിയുടെ ശരീരത്തിൽ ആഴത്തിലുള്ള മുറിവുകൾ പറ്റിയിരിക്കാനും അവയൊക്കെ സെപ്റ്റിക് ആകാനും സാധ്യതയുണ്ടെന്ന് പോലീസിന് വ്യക്തമായി. അത്രയധികം മാംസം സന്ധ്യയുടെ നഖത്തിനിടയിൽ കയറിപ്പറ്റിയിട്ടുണ്ട്. രക്ഷപ്പെടാൻ അവസാന ശ്വാസം വരെ സന്ധ്യ പോരാട്ടം നടത്തിയെന്ന് അതിൽ നിന്നും വ്യക്തമായി. ആരാണ് സന്ധ്യയെ കൊലപ്പെടുത്തിയത്? ആ അന്വേഷണവുമായി പോലീസ് സംഘം വീണ്ടും സന്ധ്യ പഠിക്കുന്ന സ്കൂളിലേക്ക് തന്നെ എത്തി. സന്ധ്യ സ്കൂളിൽ നിന്നും നേരത്തെ ഇറങ്ങുന്ന കാര്യം അറിയാവുന്നത് സ്കൂളിലുള്ള സഹപാഠികൾക്കും സ്റ്റാഫുകൾക്കുമാണ്. എന്നാൽ സ്കൂളിൽ അന്ന് സ്പോർട്സ് ഡേ ആയതുകൊണ്ട് തന്നെ സമീപ പ്രദേശത്തുള്ള നാട്ടുകാരും അത് കാണാനെത്താൻ സാധ്യതയുണ്ട്. അങ്ങനെ കാണാനെത്തിയ നാട്ടുകാരിൽ ആരെങ്കിലുമാണോ സന്ധ്യയുടെ ജീവൻ എടുത്തതെന്നും പോലീസിന് സംശയം തോന്നി. സ്കൂളിൽ അന്വേഷിച്ചപ്പോഴാണ് സ്പോർട്സ് ഡേ ആയതുകൊണ്ട് തന്നെ സന്ധ്യയ്ക്ക് പുറമെ മറ്റ് പല കുട്ടികളും അന്ന് ഉച്ചയോടുകൂടി വീട്ടിലേക്ക് മടങ്ങി എന്നുള്ള കാര്യം പോലീസിന് വ്യക്തമായത്. സ്കൂളിൽ നിന്നിറങ്ങിയ സന്ധ്യ ബസ്സിലാണ് ആ കവലയിൽ വന്നിറങ്ങിയത്. സ്വാഭാവികമായും പോലീസിന്റെ അന്വേഷണം വീണ്ടും കവലയിലെ കടക്കാരനെ കേന്ദ്രീകരിച്ചായി. പതിവില്ലാതെ അന്ന് ഉച്ചയോടുകൂടി സന്ധ്യ ബസ്സിൽ നിന്നിറങ്ങുന്നത് ആ കടക്കാരൻ ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ സന്ധ്യയെ ഫോളോ ചെയ്തുകൊണ്ട് അന്ന് ആരെങ്കിലും സന്ധ്യയുടെ പിന്നാലെ ഉണ്ടായിരുന്നോ എന്നുള്ള പോലീസിന്റെ ചോദ്യത്തിന് ബസ്സിൽ നിന്നിറങ്ങിയ സന്ധ്യ വയലിന്റെ ഭാഗത്തുള്ള വഴിയിലൂടെ ഒറ്റയ്ക്കാണ് നടന്നു പോയതെന്ന് അയാൾ പോലീസിനോട് പറഞ്ഞു. സന്ധ്യ അന്ന് നേരത്തെ ബസ് ഇറങ്ങിയത് കണ്ട് കടക്കാരൻ കാര്യം ചോദിച്ചപ്പോൾ സ്പോർട്സ് ഡേ ആണെന്നുള്ള കാര്യവും സന്ധ്യ അയാളോട് പറഞ്ഞിരുന്നു. വയലിലൂടെ സന്ധ്യ ഒറ്റയ്ക്കാണ് നടന്നു പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് പ്ലാൻ ചെയ്തുണ്ടായ ഒരാക്രമണമല്ലായിരിക്കാമെന്ന് പോലീസ് നിഗമനത്തിലെത്തി. പീഡനവും മോഷണവും നടത്തിയ ശേഷം സന്ധ്യയെ കൊലപ്പെടുത്തിയിരിക്കുകയാണ്. കൊലപ്പെടുത്തണമെങ്കിൽ അയാളെ സന്ധ്യയ്ക്ക് പരിചയമുണ്ടായിരുന്നിരിക്കണം. അങ്ങനെയെങ്കിൽ അയാൾ ഈ ഗ്രാമത്തിലുള്ള വ്യക്തി തന്നെ ആയിരിക്കാമെന്നും പോലീസ് വിലയിരുത്തി. സന്ധ്യയുടെ മരണം സംഭവിച്ച് 3-4 ദിവസങ്ങൾ അതിനോടകം തന്നെ പിന്നിട്ടിരുന്നു. എന്നിട്ടും പോലീസ് അന്വേഷണം എങ്ങും എത്താതെ വന്ന സാഹചര്യത്തിൽ പോലീസിനെതിരെയായി നാട്ടിൽ പ്രക്ഷോഭം ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ ഇതിനോടകം തന്നെ പത്രങ്ങളിൽ ഒരു വാർത്ത പരന്നിരുന്നു. സന്ധ്യയെ ആക്രമിക്കുന്നതിനിടയിൽ ആ വ്യക്തിയിൽ നിന്നും രക്ഷ നേടാൻ സന്ധ്യ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിൽ സന്ധ്യയുടെ നഖങ്ങൾക്കിടയിൽ നിന്നും ആ വ്യക്തിയുടെ മാംസവും തൊലിയുടെ ഭാഗങ്ങളിൽ ലഭിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് നല്ല രീതിയിൽ പരിക്കേറ്റതുകൊണ്ട് വൈദ്യസഹായം തേടേണ്ട അത്യാവശ്യവുമുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തുന്ന പ്രതിയെ പോലീസ് സംഘത്തിന് അതിവേഗം തന്നെ പിടികൂടാൻ സാധിക്കും. എന്നിട്ടും എന്തുകൊണ്ടാണ് പോലീസ് പ്രതിയെ പിടികൂടാത്തതെന്നുള്ള തരത്തിലാണ് വാർത്തകൾ പത്രത്തിൽ അച്ചടിച്ചു വന്നത്. നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാകുന്നതിനിടയിൽ പോലീസ് സംഘം മറ്റൊരു നിഗമനത്തിലേക്ക് എത്തിയിരുന്നു. അത് സന്ധ്യയുടെ നഖത്തിൽ നിന്ന് ലഭിച്ച മാംസം കേന്ദ്രീകരിച്ചാണ്. അയാളുടെ ശരീരത്തിൽ നിന്നും മാംസങ്ങൾ അടർന്നു മാറണമെങ്കിൽ ആ വ്യക്തി ഷർട്ടോ ബനിയനോ എന്തെങ്കിലും ധരിച്ചിട്ടില്ലായിരുന്നു എന്ന് വേണം വിലയിരുത്താൻ. വസ്ത്രം ധരിച്ചിരുന്നെങ്കിൽ ആ വസ്ത്രത്തിന്റെ എന്തെങ്കിലും ഒരു അടയാളം ആ പ്രദേശത്ത് നിന്നോ സന്ധ്യയുടെ നഖങ്ങൾക്കിടയിൽ നിന്നോ ലഭിച്ചേനെ. അതിന്റെ അർത്ഥം മേൽവസ്ത്രം ധരിക്കാത്ത ഒരു വ്യക്തിയാണ് സന്ധ്യയെ ആക്രമിച്ചതെന്നാണ്. മേൽവസ്ത്രം ധരിക്കാത്ത വ്യക്തി എന്ന് പറയുമ്പോൾ അയാൾ മിക്കവാറും കൃഷിപ്പണിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തിയായിരിക്കാം. പാടവും തോടുമൊക്കെ കേന്ദ്രീകരിച്ച് നന്നായി പണി ചെയ്യുന്ന വ്യക്തി തന്നെയാകണം സന്ധ്യയെ ആക്രമിച്ചത്. നന്നായി പണിയെടുക്കുന്ന ബലിഷ്ഠമായ കരങ്ങൾ പതിഞ്ഞ പാടുകൾ സന്ധ്യയുടെ ശരീരത്തിൽ നിന്നും പോലീസ് സംഘം കണ്ടെത്തിയതുമാണ്. പോലീസ് തങ്ങളുടെ നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ ബലിഷ്ഠനായ ഒരു വ്യക്തിയുടെ ചിത്രം വരച്ച് തയ്യാറാക്കുകയും ചെയ്തു. പോലീസിന് മറ്റൊരു കാര്യം കൂടി ഉറപ്പായി. സന്ധ്യയെ ആക്രമിച്ച വ്യക്തി ഇതിനു മുൻപ് മേൽവസ്ത്രം ധരിക്കാതെയാണ് പണിക്ക് പോയിട്ടുണ്ടാവുക. എന്നാൽ സംഭവത്തിന് ശേഷം ശരീരമാകെ മുറിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ പതിവിന് വിപരീതമായി ഇപ്പോൾ വസ്ത്രങ്ങൾ അയാൾ ധരിക്കാൻ സാധ്യതയുമുണ്ട്. വളരെ നിർണായകമായ ഒരു അനാലിസിസ് ആണ് പോലീസ് സംഘം നടത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരു പ്രത്യേക വ്യക്തിയെ പോലീസ് സംശയിക്കുന്നു എന്ന് പുറത്തറിഞ്ഞാൽ അയാൾ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ നിർണായകമായ ഒരു റിക്വസ്റ്റ് പോലീസ് സംഘം മജിസ്ട്രേറ്റിന് മുൻപാകെ വെച്ചു. പെരിങ്ങം മേഖലയിൽ ഇത്തരത്തിൽ പണിക്ക് പോകുന്ന വ്യക്തികളുടെ ഒരു തിരിച്ചറിയൽ പരേഡ് നടത്തണമെന്നുള്ള റിക്വസ്റ്റാണ് പോലീസ് സംഘം മജിസ്ട്രേറ്റിന് മുൻപാകെ വെച്ചത്. സാധാരണയായി ഇരയുടെയോ ദൃക്സാക്ഷികളുടെയോ മുൻപിൽ വെച്ചാണ് തിരിച്ചറിയൽ പരേഡ് നടത്താറുള്ളത്. എന്നാൽ ഈ കേസിലാകട്ടെ ഇര കൊല്ലപ്പെട്ടു കഴിഞ്ഞു, ദൃക്സാക്ഷികളുമില്ല. പിന്നെ ആരുടെ മുൻപിലാണ് തിരിച്ചറിയൽ പരേഡ് നടത്തേണ്ടതെന്നുള്ള കോടതിയുടെ ചോദ്യത്തിന് ഉത്തരമായി പോലീസ് സംഘം അവരുടെ നിഗമനങ്ങൾ ജഡ്ജിയെ അറിയിച്ചു. പോലീസ് സംഘത്തിന്റെ ആശയം ഇഷ്ടപ്പെട്ട ജഡ്ജി അവരുടെ റിക്വസ്റ്റ് അംഗീകരിക്കുകയും തിരിച്ചറിയൽ പരേഡിന് അനുമതി നൽകുകയും ചെയ്തു. ആ ദേശത്തുള്ള മുഴുവൻ പുരുഷന്മാരെയും പരിശോധിക്കുന്നതിനുള്ള നടപടിയിലേക്ക് അങ്ങനെ പോലീസ് സംഘം കടന്നു. പുരുഷന്മാരുടെ മേൽവസ്ത്രം അഴിപ്പിച്ച് ഇടുപ്പിന് മുകളിലോട്ടുള്ള ഭാഗം പരിശോധിക്കുന്നതിനുള്ള ഒരു റിക്വസ്റ്റാണ് കോടതിയുടെ ഭാഗത്തു നിന്നും പോലീസിന് സാങ്ഷനായി കിട്ടിയിരിക്കുന്നത്. ഗ്രൂപ്പുകളായി തിരിച്ച് പെരിങ്ങം ദേശത്തുള്ള മുഴുവൻ പുരുഷന്മാരെയും പോലീസ് സംഘം സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി തിരിച്ചറിയൽ പരേഡ് നടത്തി. അങ്ങനെ ഒരു 30 പേരോളം പിന്നിട്ട സമയത്തായിരുന്നു രാജു എന്നൊരു ചെറുപ്പക്കാരൻ ഷർട്ടഴിച്ച് പോലീസിന്റെ മുൻപിലൂടെ നടന്ന സമയത്ത് അയാളെ പോലീസുകാർ പിടിച്ചു നിർത്തിയത്. രാജുവിനെ എന്തിനാകാം പോലീസ് സംഘം അവിടെ പിടിച്ചു നിർത്തിയതെന്ന് മറ്റുള്ള ആളുകൾക്ക് സംശയം തോന്നി. കാരണം ഷർട്ടഴിപ്പിച്ച് ആളുകളുടെ ശരീരം പോലീസ് സംഘം പരിശോധിക്കുകയാണെന്നുള്ള കാര്യം പോലും മറ്റുള്ള ആളുകൾക്ക് മനസ്സിലായിരുന്നില്ല. രാജുവിനെ SI ഉടൻ തന്നെ CIയുടെ മുറിയിലേക്ക് കയറ്റിവിട്ടു. ഷർട്ടിടാതെയുള്ള മറ്റുള്ള പുരുഷന്മാരുടെ പരിശോധന അപ്പോഴും തുടരുകയായിരുന്നു.
സിഐയുടെ റൂമിലെത്തിയ രാജുവിനെ മറ്റുള്ള പോലീസ് സംഘം വിശദമായി ചോദ്യം ചെയ്തു. രാജുവിന്റെ ശരീരത്തിൽ മുതുകിലായി എന്തോ കൊണ്ട് മുറിഞ്ഞ പാടുകളുണ്ട്. ആഴത്തിലുള്ള മുറിവുകൾ പഴുത്തിട്ടുമുണ്ട്. ശരീരത്തിലുണ്ടായ മുറിവ് ഇത്രയധികം പഴുത്തിട്ടും എന്തുകൊണ്ടാണ് രാജു ഹോസ്പിറ്റലിൽ പോകാത്തതെന്ന് സിഐ അയാളോട് ചോദിച്ചു. ആ മുറിവൊക്കെ ഉടൻ തന്നെ കരിഞ്ഞുകൊള്ളുമെന്നും താനതത്ര കാര്യമാക്കിയിട്ടില്ല എന്നും രാജു പോലീസിനോട് പറഞ്ഞു. എന്ത് ജോലിയാണ് രാജു ചെയ്യുന്നതെന്നുള്ള പോലീസിന്റെ ചോദ്യത്തിന് താനൊരു തെങ്ങ് കയറ്റക്കാരനാണെന്നുള്ള മറുപടിയുമാണ് രാജു കൊടുത്തത്. നഖം കൊണ്ടുള്ള മുറിവ് ശരീരത്തിലുണ്ടായാൽ അത് വലിയ അപകടമാകുമെന്ന് സിഐ പറഞ്ഞപ്പോൾ അത് നഖം കൊണ്ടുണ്ടായ മുറിവല്ല എന്നും തെങ്ങിൽ നിന്ന് വെട്ടിയിട്ട തേങ്ങ എടുക്കുന്നതിനായി കാട്ടിലേക്ക് കയറിയ സമയത്ത് കമ്പ് കൊണ്ട് മുറിഞ്ഞതാണെന്നും രാജു മറുപടി പറഞ്ഞു. രാജുവിന്റെ മറുപടി കേട്ട പോലീസ് സംഘം മറ്റൊരു നിർണായകമായ ചോദ്യം രാജുവിനോട് ചോദിച്ചു. രാജുവിന്റെ മുതുകിൽ നിന്ന് നഷ്ടപ്പെട്ട മാംസം തങ്ങൾക്ക് കൊല്ലപ്പെട്ട സന്ധ്യയുടെ നഖത്തിനിടയിൽ നിന്നും ഫോറൻസിക് പരിശോധനയിൽ കിട്ടിയെന്നും അതേക്കുറിച്ച് രാജുവിന് എന്താണ് പറയാനുള്ളതെന്നുമായിരുന്നു പോലീസിന്റെ ചോദ്യം. എന്നാൽ ആ ചോദ്യത്തെയൊക്കെ രാജു അപ്പാടെ നിഷേധിച്ചു. അതൊക്കെ തീർത്തും കള്ളമാണെന്നും തനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിവില്ല എന്നും രാജു പോലീസിനോട് പറഞ്ഞു. രാജു എല്ലാ കാര്യങ്ങളും നിഷേധിച്ചു. അതുകൊണ്ട് തന്നെ രാജുവിനെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണെന്നും പരിശോധനയിൽ സന്ധ്യയുടെ നഖങ്ങൾക്കിടയിൽ നിന്നും കണ്ടെടുത്ത മാംസം രാജുവിന്റേതാണെന്ന് തെളിയുകയാണെങ്കിൽ രാജുവിനെ കൊലക്കുറ്റത്തിന് അറസ്റ്റ് ചെയ്യുമെന്നും പോലീസ് സംഘം അയാളെ അറിയിച്ചു. സിഐ അങ്ങനെ പറഞ്ഞതും രാജു ഒന്ന് വിളറി വെളുത്തു. രാജുവും സിഐയും മുറിക്കുള്ളിൽ സംസാരിക്കുന്ന സമയത്തും മുറിക്ക് വെളിയിൽ മറ്റുള്ള ആളുകളുടെ ഷർട്ടഴിച്ചുള്ള പരിശോധന പുരോഗമിക്കുകയായിരുന്നു. ഇതിനിടയിൽ രാജു ചില കാര്യങ്ങൾ സിഐയോട് തുറന്നു പറഞ്ഞു. തനിക്ക് ഒരബദ്ധം പറ്റിപ്പോയെന്നും സംഭവം നടന്ന ദിവസം താൻ ഒരു തെങ്ങിന് മുകളിൽ ഇരിക്കുന്ന സമയത്താണ് സന്ധ്യ വയലിലൂടെ നടന്നു വരുന്നത് കണ്ടതെന്നും കണ്ടപ്പോൾ തന്നെ സന്ധ്യയെ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയെന്നും രാജു പോലീസിനോട് പറഞ്ഞു. വയലിലൂടെ സന്ധ്യ നടന്ന് രാജു ഇരിക്കുന്ന തെങ്ങിന്റെ സമീപത്തെത്തിയപ്പോഴായിരുന്നു രാജു പതുക്കെ തെങ്ങിൽ നിന്ന് താഴെ ഇറങ്ങിയത്. സന്ധ്യ അടുത്തേക്കെത്തിയ നിമിഷത്തിൽ തന്നെ രാജു അവളെ കടന്നു പിടിച്ചു. പിന്നീട് സന്ധ്യ എതിർക്കുമെന്നായപ്പോൾ സന്ധ്യയെ വലിച്ചഴിച്ച് കുറ്റിക്കാട്ടിലേക്ക് കൊണ്ടുപോവുകയും അതിക്രൂര പീഡനത്തിന് ഇരയാക്കുകയും ചെയ്തു. തന്നെ സന്ധ്യ തിരിച്ചറിയുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് സന്ധ്യയെ കൊലപ്പെടുത്തേണ്ടി വന്നതെന്നും രാജു പോലീസിന് മുൻപാകെ തുറന്നു സമ്മതിച്ചു. ആഭരണത്തിനായി സന്ധ്യയെ ആരോ കൊലപ്പെടുത്തിയതാണെന്ന് പോലീസും നാട്ടുകാരും തെറ്റിദ്ധരിക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വം സന്ധ്യയുടെ ആഭരണങ്ങൾ മോഷ്ടിച്ചതാണെന്നും അയാൾ പോലീസിനോട് തുറന്നു പറഞ്ഞു. തീർത്തും ലാഘവത്തോടു കൂടിയുള്ള ഒരു കുറ്റസമ്മത മൊഴിയാണ് രാജു എന്ന സാമുവൽ സിഐക്ക് മുൻപാകെ നടത്തിയത്. ഇതേസമയം സ്റ്റേഷന് പുറത്ത് തിരിച്ചറിയൽ പരേഡ് പൂർത്തിയാക്കി നാട്ടുകാരെയൊക്കെ പോലീസ് സംഘം പറഞ്ഞുവിട്ടു. രാജുവിന്റെ കുറ്റസമ്മതമൊഴി രേഖപ്പെടുത്തിയ സിഐ രാജുവിനെ മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കി റിമാൻഡ് ചെയ്യിപ്പിച്ചു. സന്ധ്യയെ കൊന്ന കുറ്റത്തിന് രാജു അറസ്റ്റിലായി എന്നുള്ള വിവരം നാട്ടിലാകെ കാട്ടുതീ പോലെ പരന്നു. സന്ധ്യയെ തിരയുന്നതിനും അന്വേഷണത്തിനുമൊക്കെ വളരെ മുൻപിൽ നിന്ന് നല്ല രീതിയിൽ പ്രവർത്തിച്ച വ്യക്തിയാണ് രാജു. അങ്ങനെയുള്ള അയാൾ തന്നെയാണ് കൊലപാതകിയെന്ന് നാട്ടുകാർക്ക് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല. സന്ധ്യയുടെ മരണാനന്തര ചടങ്ങുകൾക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തതും രാജുവായിരുന്നു. നാട്ടുകാരുടെ രോഷം ആളിക്കത്തുന്നതിനിടയിലായിരുന്നു തെളിവെടുപ്പ് നടത്തുന്നതിനായി രാജുവുമായി പോലീസ് സംഘം സംഭവം നടന്ന സ്ഥലത്തേക്ക് എത്തിയത്. രാജുവിനെ കൊണ്ടുവരുന്നതറിഞ്ഞ് ജനമായ ജനമൊക്കെ ആ പ്രദേശത്ത് കൂടി. ജനങ്ങളൊക്കെ രാജുവിനെ കൈവയ്ക്കാതിരിക്കുന്നതിനായി പോലീസ് സംഘം വൻ സംരക്ഷണം തന്നെ രാജുവിന് തീർത്തു. വൻ പോലീസ് സന്നാഹത്തോടു കൂടിയാണ് തെളിവെടുപ്പ് പൂർത്തിയാക്കിയത്. സന്ധ്യയെ കണ്ടതു മുതൽ നടന്ന സംഭവങ്ങളൊക്കെ വിശദമായി തന്നെ രാജു പോലീസുകാർക്ക് വിവരിച്ചു കൊടുത്തു. സ്വന്തം മകളെ രാജു എങ്ങനെയാണ് കൊലപ്പെടുത്തിയതെന്ന് അയാൾ പോലീസിനോട് വിവരിക്കുന്നത് കേട്ടുകൊണ്ട് നിന്ന നാട്ടുകാരുടെ കൂട്ടത്തിൽ ഉറക്കെ നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് സന്ധ്യയുടെ മാതാപിതാക്കളും സഹോദരങ്ങളും ഉണ്ടായിരുന്നു. സന്ധ്യയെ കൊലപ്പെടുത്തിയ ശേഷം രാജു ആ തോട്ടിൽ തന്നെ ഇറങ്ങി കുളിക്കുകയും അവിടെ നിന്ന് ആളുകളുടെ ശ്രദ്ധയിൽപ്പെടാതെ തന്റെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. അക്കാര്യങ്ങളൊക്കെ അയാൾ പോലീസിനോട് വിശദീകരിച്ച് പറഞ്ഞു. തെളിവെടുപ്പ് പൂർത്തിയാക്കിയ പോലീസ് സംഘം എല്ലാ തെളിവുകളോടും കൂടി കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു. കണ്ണൂർ സെഷൻസ് കോടതി ജഡ്ജ് രാജുവിന് ജീവപര്യന്തം തടവാണ് വിധിച്ചത്. ഇതൊരു ആസൂത്രിത കൊലപാതകവും അപൂർവങ്ങളിൽ അപൂർവമായ കേസുമല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോടതി രാജുവിന് വധശിക്ഷ വിധിക്കാതെയിരുന്നത്. എന്നാൽ സർക്കാർ ഇതിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. അപ്പീൽ പരിഗണിച്ച ഹൈക്കോടതി രാജുവിന്റെ ജീവപര്യന്തം ഇപ്പോൾ ശരിവെക്കുകയാണ് ചെയ്തിരിക്കുന്നത്. രാജുവിന് വധശിക്ഷ വിധിക്കാത്തതിനെതിരെ ഹൈക്കോടതിയുടെ വിധി പ്രഖ്യാപനത്തിലും നാട്ടുകാർക്കും പോലീസിനും ഒരുപോലെ എതിർപ്പാണുള്ളത്.